കുളമായി തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിറയെ വമ്പൻ കുഴികൾ. നിരന്തരം ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്ന ബസ് സ്റ്റാൻഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാത്തതുപോലും ആഴത്തിലുള്ള കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞിടക്കുകയാണ്. കുളം എന്ന് വിളിക്കേണ്ട നിലയിലാണ് അതിവേഗം വളരുന്ന തൊടുപുഴയിലെ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡ്. തൊടുപുഴയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ കയറിറങ്ങി പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ നല്ലൊരു ഭാഗവും ആഴത്തിലുള്ള കുഴികളാണ്. പ്രധാന കുഴികളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലുമാണ്. വാഹനങ്ങൾക്ക് കയറി ഇറങ്ങി പോകാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. മഴക്കാലത്ത് കണ്ടുകഴിഞ്ഞാൽ കുളങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ചതുപ്പ് ആയിരുന്ന ഭാഗത്താണ് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ചെളിക്ക് മുകളിൽ രൂപം കെടുത്തിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ ടാറിങ് അടിക്കടി പൊളിഞ്ഞുപോയി വലിയ കുഴികൾ രൂപപ്പെടുന്നത് പതിവായിരുന്നു. ഇതോടെ നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും യഥാവിധി നടപ്പിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. റോഡ് നിരപ്പിൽ നിന്നും ഉയർത്തി കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ നടത്തുക എന്ന തീരുമാനം റീടാർ ചെയ്യുന്നതിലേക്ക് പരിമിതപ്പെടുത്തുകയായിരുന്നു. റീടാർ ചെയ്തതിന് തൊട്ടു പിന്നാലെ കുഴികൾ രൂപപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്കും നേരത്തെ ഇടയാക്കിയിട്ടുണ്ട്. തൊടുപുഴയുടെ കിഴക്കൻ പ്രദേശത്തെ വികസനത്തിന്റെ കേന്ദ്രബിന്ദു എന്നറിയപ്പെടുന്ന ബസ് സ്റ്റാൻഡ് നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ട പദ്ധതികളൊന്നും നഗരസഭ നടപ്പിലാക്കുന്നുമില്ല. ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കാവുന്ന ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി നോക്കുകുത്തിയായി തുടരുകയാണ്. ഫയർ എൻഒസി ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിർമ്മാണം നടത്താത്തതാണ് വിനയായി മാറിയത്. തൊടുപുഴയിൽ എത്തുന്ന എല്ലാ ഭാഗത്തു നിന്നുള്ള ബസ്സുകളും മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെത്തി നഗരം ചുറ്റി പോകണമെന്ന നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രികാലത്ത് ഒറ്റ തെരുവ് വിളക്ക് പോലും പ്രകാശിക്കാത്ത കേരളത്തിലെ ഏക ബസ് സ്റ്റാൻഡും ഒരുപക്ഷെ ഇതായിരിക്കും. നഗരത്തിലെ ഭരണ നേതൃത്വം വിവാദങ്ങളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ജനങ്ങൾക്ക് അധികമൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം.